ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗം നമുക്ക് സുപരിചിതമായ ഒരു സംഭവമാണ്. ഈശോ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നത്. 2 കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഒന്നാമതായി, ഈശോയുടെ മനസ്സുള്ളവരാകണം നാം ഓരോരുത്തരും. രണ്ടാമതായി, കുഷ്ഠരോഗിയുടെ ധൈര്യവും വിശ്വാസവും ഉള്ളവരാകണം. കോവിഡ് പടർന്നു പിടിച്ച നാളുകളിൽ നാം അനുഭവിച്ചതാണ്, കോവിഡ് ബാധിച്ചവരുമായി ഒരു സമ്പർക്കത്തിനും ആരും തയ്യാറാവുകയോ അവർക്ക് പരസ്യമായി സഞ്ചരിക്കുവാനോ പൊതു ഇടങ്ങളിൽ വരുവാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവരെ പേടിയായിരുന്നു. സ്നേഹിച്ചു വളർത്തിയ മാതാപിതാക്കളെയും ജന്മമേകിയ മക്കളെ പോലും ചേർത്തു പിടിക്കുവാനോ മരണസമയത്ത് അവസാന ചുംബനം നൽകുവാനോ കഴിയാത്തവർ അനേകരുണ്ട്. ഇതുപോലെ ഒരവസ്ഥയായിരുന്നു ഈശോയുടെ സമയത്ത് കുഷ്ഠരോഗികൾ അനുഭവിച്ചത്. പരസ്യമായി പ്രവേശനമില്ല. അവർ സഞ്ചരിക്കുമ്പോൾ മണിമുഴക്കണം, ഓടി മാറണം, അങ്ങനെ അശുദ്ധനാണെന്ന് സ്വയം വിളിച്ചു പറയണം തുടങ്ങിയവ. കുഷ്ഠരോഗിയെ തൊടുന്നവർ അശുദ്ധരാകും എന്ന ചിന്തയുള്ളപ്പോൾ അനേകം രോഗസൗഖ്യം വാക്കിലൂടെ കൊടുത്ത നല്ല തമ്പുരാൻ കുഷ്ഠരോഗിയെ വാക്കുകൊണ്ടല്ല സ്പർശിച്ചുകൊണ്ടാണ് സൗഖ്യമാക്കുന്നത്. ഈശോയുടെ ഈ മനസ്സ് നമുക്കുണ്ടാകണം. പൗരോഹിത്യത്തിന്റെ ആദ്യ നാളുകളിൽ ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു യുവ വൈദികൻ, വിശുദ്ധ ദാമിയേൻ, മൊളോക്കോ ദ്വീപിലേക്ക് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാനായി തയ്യാറാകുന്നുണ്ട്. പോയാൽ തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും പൗരോഹിത്യത്തിന്റെ വലിയ കൃപയിൽ നിന്നുകൊണ്ട് മൊളോക്കോ ദ്വീപിലേക്ക് പോയി അനേകർക്ക് ക്രിസ്തുവിനെ കൊടുത്ത ഒരു വലിയ വിശുദ്ധനാണ് ദാമിയേൻ. ദാമിയന് ക്രിസ്തുവിന്റെ മനസ്സായിരുന്നു. ഇതുപോലെ നമുക്കും കഴിയണം. നമ്മുടെ കുടുംബത്തിൽ ഉള്ളവർക്കും ഇടവകയിലുള്ളവർക്കും സമൂഹത്തിലും മറ്റുള്ളവരാലും സ്വന്തമായും മുറിവേറ്റ് കഴിയുന്നവർക്ക് ക്രിസ്തുവിന്റെ മുഖവുമായി കടന്നു ചെന്ന് സ്നേഹം കൊടുക്കുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്കാകണം. കുഷ്ഠരോഗിയുടെ ധൈര്യവും വിശ്വാസവും നമുക്കുണ്ടാകണം. ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ധൈര്യമായി തമ്പുരാന്റെ പക്കലേക്ക് വരുവാൻ നാം തയ്യാറാകണം. ആളുകൾ എന്തു പറയുമെന്ന് നോക്കാതെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തും എന്ന വലിയ ബോധ്യം ഉണ്ടാകണം. കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈശോ നമ്മോടും പറയും, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. സൗഖ്യദായകനായ നല്ല ദൈവം എന്നും നമ്മോട് കൂടെ ഉണ്ടാകട്ടെ.